അഥവാ കിനാവ് ആണ് സ്വപ്നമായി പരിഗണിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ സ്വപ്നം ഭൂതകാലത്തെയോ വർത്തമാനകാലത്തെയോ കുറിച്ചല്ല, മറിച്ച് ഭാവി കാല സംബന്ധിയാണ്. ഈ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് എന്ത് സ്വപ്നം എന്ന് ആലോചിച്ചു പോയേക്കാം. മാനവ സമൂഹത്തിന് മാസ്മരിക പ്രഭാവം പ്രദാനം ചെയ്ത മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും അബ്രഹാം ലിങ്കണും മഹാത്മാഗാന്ധിയും വിശുദ്ധ മദർ തെരേസയും ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമും ഒക്കെ നമ്മൾ മനസ്സിൽ കരുതി താലോലിക്കുന്ന സ്വപ്നത്തെ കുറിച്ച് ഉച്ചൈസ്തരം പ്രബോധിപ്പിച്ചിട്ടുള്ള അനുകരണ അർഹരായ വ്യക്തിത്വങ്ങളാണ്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, ഉണർന്നിരുന്ന് വിഭാവനം ചെയ്യേണ്ടതാണ് സ്വപ്നം. നമുക്കും നാം ഉൾക്കൊള്ളുന്ന നാടിനും എങ്ങനെ സ്വർണ്ണവർണ്ണം പ്രദാനം ചെയ്യാമെന്നായിരിക്കണം നാം മനക്കാമ്പിൽ മനനം ചെയ്യേണ്ടത്. ഊണിലും ഉറക്കത്തിലും അതിതീക്ഷ്ണതയിലുമുള്ള നമ്മുടെ മനനാവസ്ഥ ഏത് അസാധ്യതകളും സാധ്യതകളായി പരിണമിപ്പിക്കാമെന്ന് ഒത്തിരി ലോക നേതാക്കളുടെ ജീവചരിത്ര ആഖ്യാനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ. നാം കാണുന്ന സ്വപ്നങ്ങൾ ചുരുങ്ങിയത് രണ്ട് തലത്തിലായിട്ടെങ്കിലും ചിട്ടപ്പെടുത്താനാണ്. ഭൗതിക തലവും ആധ്യാത്മിക തലവും. ഒന്നിൽ നിന്നുള്ള ഔന്നത്യമാണ് രണ്ടാം തലത്തിൽ നാം കാക്ഷിക്കുന്നത്. സ്വപ്ന സാക്ഷാത്കാരത്തിന് പ്രായത്തേക്കാൾ പക്വതയും പരിശീലനത്തിനും പര്യാപ്തമായ പ്രാപ്തിയുമാണ് അനിവാര്യമായിരിക്കുന്നത്. സ്വപ്ന സാക്ഷാത്കാരത്തിലൂടെ ഭൗതിക തലത്തിൽ നമുക്ക് സംലഭ്യമാകുന്ന സ്ഥാനവും ഖ്യാതിയും ഏറെ പ്രസക്തമാണ്. ശ്രേഷ്ഠതയാർന്ന ശിക്ഷണത്തിലൂടെ എന്റെ ശിഷ്ട ജീവിതം ശ്രേയസിദ്ധതാക്കുവാനും നമ്മുടെ സഹപൗരന്മാരുടെ സഹന സാന്ദ്രതയ്ക്ക് ലഘൂകരണം നൽകി സമാശ്വാസത്താലും സന്തോഷത്താലും സമ്പന്നമായ ഒരു ഏതെന്തോറ്റം പ്രദാനം ചെയ്യുവാൻ സാധിച്ചാൽ എന്റെ സ്വപ്നം പ്രഥമ തലത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നും കരുതാം. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഔദ്യോഗിക മേഖല ഏത് തന്നെയായാലും ഡോക്ടറോ എഞ്ചിനീയറോ ശാസ്ത്രജ്ഞയോ അധ്യാപികയോ ഏതുമാകട്ടെ, ഞാനായിരിക്കുന്ന മേഖലയിൽ ആത്മാർത്ഥതയും അത്യധ്വാനവും അത്യുദ്ധാനതയും എന്റെ മുഖമുദ്രയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അഴിമതിക്കും കൈക്കൂലിക്കും ഇടം നൽകാതെ നിസ്വാർത്ഥമായ പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്കും കൂടി നമ്മുടെ സ്നേഹവും സേവനവും സംലഭ്യമാകുമ്പോൾ അശരണർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അത്താണിയാകുക എന്ന് എന്റെ സ്വപ്നം പൂർണ്ണമായും സാക്ഷാത്കരിക്കപ്പെടുകയാണ്. എന്റെ സ്വപ്നത്തിന്റെ അടുത്ത തലം ഭൗതികതയ്ക്കപ്പുറം ആധ്യാത്മികയിലായിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. തെറ്റിനടിമപ്പെടാതെ വിശുദ്ധിയോടും ദൈവവിശ്വാസത്തോടും കൂടിയുള്ള എന്റെ നിർമ്മല ജീവിതം ഞാൻ സ്വപ്നം കാണുന്നു. ത്രസമാനം നിസ്സാരമായ എന്റെ ഭൂമിയിലുള്ള സാന്നിധ്യം നിശ്ചയമായും ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് ഞാൻ അറിയുന്നു.